ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ റെസിപ്പി നമുക്ക് വീട്ടിൽ തന്നെ എങ്ങനെയാണ് മയോണൈസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫ്ലേവേർഡ് മയോണൈസാണ്, അതായത് ചില്ലി ഫ്ലേവർ മയോണൈസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇവിടെ ചില്ലി ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഫ്ലേവറാണോ വേണ്ടത്, അപ്പോൾ ചില്ലിക്ക് പകരം നിങ്ങൾക്ക് ആ ഒരു സംഭവം ചേർക്കാവുന്നതാണ്. ഇപ്പോൾ കടുകാണെങ്കിൽ കടുക്, വേറെ എന്ത് ഫ്ലേവർ വേണേലും നിങ്ങൾക്ക് ചില്ലിക്ക് പകരം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും 4 അല്ലി വെളുത്തുള്ളിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ തന്നെ ഒരു മുട്ടയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അല്പം പഞ്ചസാരയും ഒരല്പം ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത ശേഷം ജസ്റ്റ് ഇതൊന്ന് നമുക്ക് അടിച്ചെടുക്കാം. ഏകദേശം ഒരു 20 സെക്കൻഡ് ഞാനിതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുവാണ്. ഇപ്പോൾ 20 സെക്കൻഡ് കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് ഓയിൽ ചേർക്കുന്നത്. അപ്പം നമ്മൾ ഇതിൽ ചേർക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം കേട്ടോ. അപ്പം ഞാൻ ഒരു മുട്ടയ്ക്ക് എടുത്തേക്കുന്നത് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. ആ സൺഫ്ലവർ ഓയിൽ മുഴുവനായും ചേർക്കാൻ പാടില്ല, കുറേശ്ശെയാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആദ്യം ഒരു തവണ കുറച്ച് ചേർത്തു, വീണ്ടും അതൊന്ന് അടിച്ചിട്ട് തുറന്ന ശേഷം വീണ്ടും ഒരല്പം അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അതൊരു 20 സെക്കൻഡോളം ഒന്ന് ഹൈ സ്പീഡിലിട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അതാ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സൺഫ്ലവർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മയോണൈസ് കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട് മയോണൈസ്. ഇതാണ് മയോണൈസിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ ഞാൻ 4 തവണയാണ് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് നമുക്കൊരു ഡപ്പയിലോട്ട് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് വീട്ടിൽ മയോണൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നിങ്ങൾക്ക് വേണ്ടത് പ്ലെയിൻ മയോണൈസ് ആണെങ്കിൽ ചില്ലി സ്കിപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോഴും അതേപോലെ തന്നെ റോൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് മയോണൈസ്. നമ്മൾ പുറത്ത് പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്തിട്ട്, അതായത് ചീത്തയാകാതിരിക്കാൻ പ്രിസർവേറ്റീവ്സൊക്കെ ആഡ് ചെയ്ത മയോണൈസൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ നമ്മൾ ഹോം മെയ്ഡായിട്ട് മയോണൈസ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാം. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണല്ലോ. നല്ല എളുപ്പമാണ്. നമ്മുടെ വീട്ടിലുള്ള വളരെ കുറഞ്ഞ സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് മയോണൈസ് ഈസി ആയിട്ട് വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ മയോണൈസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബായ്.